ഇന്ന് അൺബോക്സിങ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തും ഇത് കാണത്തില്ല. അതിനു മുമ്പ് നമുക്കിതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന ചില്ലറ പരിപാടിയൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞറിയാമോ? ഇതിൽ പല ഐറ്റംസ് ഉണ്ട്. നോർമൽ ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് സോഫ്റ്റ് നല്ലതാണ്. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്യാലിൽ. അങ്ങനെ നമ്മുടെ അടുത്ത അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യാനൊരു കാരണമുണ്ട്. നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഇത് അൺബോക്സ് ചെയ്ത് മുമ്പോട്ട് കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇന്ന് അൺബോക്സിങ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തും ഇത് കാണത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്തുള്ള 2 സാധനങ്ങൾ കാണില്ല. അതുകൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ സാധനങ്ങളൊന്നും വാങ്ങിച്ചാൽ അങ്ങനെ അൺബോക്സ് ചെയ്യുന്ന ടൈപ്പ് അല്ലല്ലോ. ഓക്കെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി ചേട്ടനായിരുന്നു കളക്ട് ചെയ്തപ്പോൾ തന്നെ അത് പൊട്ടിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേണ്ട ചെയ്യുന്നത് എനിക്ക് അൺബോക്സ് ചെയ്യണമെന്ന്. സോ പകുതി വരെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പകുതിയെ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. പറ്റിപ്പീരാന്നും പറയരുത് കേട്ടോ. ഇത് ബാക്കി ഉണ്ട്. നമുക്ക് ബാക്കിയും കൂടെ പൊട്ടിക്കാം അല്ലേ. യെസ്, ഇതിനകത്ത് 3 സാധനങ്ങളാണേ ഉള്ളത്. അത് തുറന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. 3 സാധനങ്ങളുണ്ട്. ഇതിനകത്തൊരു കുഞ്ഞു പാൻറ്റുണ്ട്. കാണിച്ചേക്കാവേ, ഒരു ഓർഡറിൽ കാണിച്ചില്ലേ സെറ്റാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇനി കാണൂലാത്ത ഒരു സാധനം. തുടങ്ങാല്ലേ. ഇതെന്താണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? നിങ്ങളെ കാണത്തില്ലാത്തൊരു സാധനം എന്ന് പറയുമ്പോ എന്തായിരിക്കും? ബിഹൈൻഡ് ദ സീൻസിൽ വരുന്നതായിരിക്കും അല്ലേ. ബിഹൈൻഡ് ദ സീൻസിൽ എന്തൊക്കെ വരും? ക്യാമറയുടെ പുറകില് ലൈറ്റ് വരും, ട്രൈപോഡ് വരും. സോ ഇതാണ് സാധനം, ട്രൈപോഡ്. എനിക്ക് ഓൾറെഡി ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പൊ ഇതില്ലാത്ത കാര്യങ്ങൾ മുമ്പോട്ട് ഇനി പോവില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. കണ്ട, ഇതിങ്ങനെ നീണ്ട് അയ്യോ അങ്ങനെ പോവില്ലേ, നീണ്ട് പോണം. എന്നാലും നോക്കട്ടെ, നീണ്ട് പോവായിരിക്കും. ഇത് എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് എന്ന് പഠിക്കാനിരിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന വേറൊരു പെട്ടിയാണ്. ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞാൽ ശരിയാവില്ല. ഇത് നമ്മുടെ ഫോൺ ഹോൾഡർ ആണ്. ഇത് ആക്ച്വലി റിംഗ് ലൈറ്റ് ഉള്ള ട്രൈപോഡാണ് കേട്ടോ. പിന്നെ കുറെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിംഗ് ലൈറ്റ് ഉള്ള ട്രൈപോഡാണ്. അങ്ങനെ വാങ്ങാൻ കാരണം എനിക്ക് ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പാണ് ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിനകത്ത് ലൈറ്റ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ലൈറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റും ട്രൈപോഡും കൂടെ വെച്ചു. അപ്പോൾ എനിക്ക് ഫോൺ വെക്കാൻ സ്റ്റാൻഡായി, ട്രൈപോഡ് മതി. അങ്ങനെ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയുമ്പോ, എന്റെ കണ്ണടയുടെ മുകളിൽ ഇങ്ങനെ വട്ടത്തില് കാണും. അതിന് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എന്റെ പഴയ റിംഗ് ലൈറ്റ് കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ തടിച്ച് മേലിൽ ഞെട്ടി പരന്നിരിക്കുന്നു. അപ്പൊ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഐറ്റം, ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ്. അടുത്തത്, ഇത് നിങ്ങൾ ഇനി കാണത്തില്ലാത്തൊരു സാധനമാണ്. എന്താണെന്ന് അറിയോ? ഇതാണ് റിമോട്ട്. നമ്മൾ TV റിമോട്ട് അല്ലേ, കാറിന്റെ റിമോട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ക്യാമറയുടെ റിമോട്ട് കണ്ടിട്ടുണ്ടോ? അതാണിത്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനേ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് നീങ്ങിയിട്ട് വീഡിയോ ഓൺ ആക്കേണ്ടി വരിക. പിന്നെ കറക്റ്റ് ആ പൊസിഷന് വന്നിരിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രം ചിലപ്പോൾ ചില വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതിനി നടക്കില്ല. അപ്പോൾ ഇതൊരു റിമോട്ടാണ്. ഈ സാധനത്തിന് മുകളിൽ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഓൺ ഓഫ് ആക്കാം. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണെന്നിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കയ്യിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ വീഡിയോ ആണാവും. അതൊരു ഐഡിയ ഇല്ലേ? യെസ്.
അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചാണ് ഈ സാധനം. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം നമുക്ക് ഫോട്ടോ എടുത്താൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ ദൂരത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ. സോ ഇതൊരു ബ്ലൂടൂത്ത് റിമോട്ടാണ്. ഇതിൻ്റെ പേര് പറയണ്ടല്ലോ അല്ലേ, അത് മറന്നു. ബ്ലൂടൂത്ത് റിമോട്ട് ഷട്ടർ, അങ്ങനെയാണ് ഇതിന് പറയാം. ക്യാംകിക്സിൻ്റെ വയർലെസ് ബ്ലൂടൂത്ത് ആണ്. ഇതിലൊരു വള്ളിയും കൂടി ഉണ്ട് കേട്ടോ. കയ്യിലിടാനാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ കയ്യിലിട്ടിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കയ്യിലിടാൻ ഞാൻ ഹായ് പറയുമ്പോൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെ പറ്റി കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യെസ്, ഇതിൻ്റെ ബ്രാൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ, ട്രൈപോഡിൻ്റെ. ഇതിൻ്റെ പേര് എങ്ങനെ വായിക്കാന്ന് എനിക്കറിയില്ല. AIXPI അതാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം. ഈ 2 വരെ ഇഞ്ചാണെന്ന് തോന്നുന്നത്. അപ്പോൾ 10 ഇഞ്ചാണെന്ന് തോന്നുന്നു. LED റിംഗ് ലൈറ്റ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് മാനുവൽ ഉണ്ട്. റിംഗ് ലൈറ്റ് കൊണ്ട് വേറൊരു ഗുണമുണ്ട്. എനിക്കിവിടെ ഒരുപാട് ഇതില്ല, സോക്കറ്റ് ഇല്ല. നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ലൈറ്റ് ഒക്കെ കുത്തുന്ന സാധനമില്ലേ, സോക്കറ്റ്, അതില്ല. അപ്പൊ എൻ്റെ അടുത്ത് ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് കുത്തുന്ന സംഭവമില്ല. അപ്പോൾ കുത്തുന്ന സംഭവം മീൻസ് കുറച്ചുകൂടി ദൂരത്താണ്, അത്രയും എക്സ്റ്റൻഷൻ എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു റിംഗ് ലൈറ്റ് വാങ്ങുവാണെങ്കിൽ ഹോൾഡറും കിട്ടും, റിംഗ് ലൈറ്റും കിട്ടും. മാത്രമല്ല ഇത് എൻ്റെ പവർ ബാങ്ക് ആയിട്ട് കണക്ട് ചെയ്യാം. സോ ഞാൻ സാധാരണ ഈ റിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത് പവർ ബാങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടാട്ടോ. യെസ്, ഇനിയാണ് എൻ്റെ പരീക്ഷണത്തിൽ ഒരെണ്ണം. ഞാൻ പരീക്ഷിക്കാൻ പോണ ഒരു സാധനമാണ് ഇത്. ഇതിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. സ്മാർട്ട് ഓറൽ ഇറിഗേറ്റർ എന്നാണ് ഇതിനെ പറയണത്. എന്തിനു ഉപയോഗിക്കുന്ന അറിയാമോ? നമ്മുടെ ടൂത്ത് ഫ്ലോസ് ഇല്ലേ, പല്ലിന്റെ ഇടയിലുള്ളത്, ഇങ്ങനെ നമ്മൾ ടൂത്ത് പിക്ക് ഉണ്ട്. ടൂത്ത് പിക്ക് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ കുത്തി പല്ലിന്റെ ഇടയിലുള്ളതൊക്കെ എടുക്കുന്നതാണ് ടൂത്ത് പിക്ക്. ടൂത്ത് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് തന്നെ, പക്ഷെ കുറച്ചുകൂടെ ഹെൽത്തിയർ വേർഷൻ ആണ്. വെച്ചാൽ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്ന കൊള്ളത്തില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുക. ടൂത്ത് ഫ്ലോസ് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലാണ് ഈ പറഞ്ഞ സ്മാർട്ട് ഇറിഗേറ്റർ. എനിക്ക് ഈ പല്ല് സംരക്ഷണം ഇച്ചിരി കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പണ്ട് മുതലേ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പല്ലിന് കേടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യലി നമ്മളെ തകർക്കാവുന്ന ഒരു സെക്ടറാണ് പല്ല് എന്നെനിക്ക് മനസ്സിലായതോടെ ഞാൻ പല്ലിന് നന്നായിട്ട് സംരക്ഷിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിച്ച സാധനമാണ് ഓറൽ ഇറിഗേറ്റർ. അപ്പോൾ ടൂത്ത് ഫ്ലോസ് തന്നെ നമ്മൾ ഈ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ഈ സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല. അവരിങ്ങനെ വെള്ളം ചീറ്റിക്കത്തില്ലേ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പല്ലിലോട്ട് വെള്ളം ചീറ്റിക്കത്തില്ലേ, അത് തന്നെ. അതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ അത് ഈ സാധനമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇത് എന്തായാലും പല്ലിനകത്തോട്ട് വെള്ളം ചീറ്റിക്കാൻ വേണ്ടിട്ടാ. പല്ലിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എന്റെ പല്ല് കണ്ട് പേടിക്കരുത്. എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, നിനക്ക് 32 പല്ലേ ഉള്ള വായിലെന്ന്, അതിൽ കൂടുതലുണ്ടെന്ന് അവരുടെ സംശയം. അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കകത്ത് ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കും. അപ്പൊ പല്ലിന്റെ ഇടയിൽ പ്ലേഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ട് കിടക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഒരുപാട് ഓറൽ ഹൈജീൻ ശ്രദ്ധിക്കുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പല്ല് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എൻ്റെ പല്ല് സംരക്ഷിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ചില്ലറ പരിപാടിയൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞറിയാമോ? നീ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് പല്ലില് കേടൊന്നും കൂടാതെ, പല്ല് കേടില്ലെന്നല്ല ഞാൻ പറയണത്, പല്ലില് കേട് ഇൻക്രീസ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. സാധാരണ ഒരു കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേടോടെ കേടായിരിക്കും വായിക്കാത്ത, അല്ലേ? ഞാനിപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 2-3 വർഷമായിട്ട് പല്ലങ്ങനെ കാര്യമായിട്ട് പല്ലില് വർക്കുകളൊന്നും അഴിച്ചുപണികളൊന്നും ചെയ്യാറില്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒരു 3-4 വർഷമായിട്ട് അതൊന്നും ഇല്ല. അതിന് കാരണം എൻ്റെ ഓറൽ ഹൈജീൻ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ പല്ലിന് കേടുണ്ടാവും, എന്നിട്ടും എനിക്കുണ്ടായില്ല എന്നതാണ് പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം അല്ലേ. ഇതിൽ ഈ ടിപ്പ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഇത് ഇവിടെ ഈ പുറകില് ഇവിടെ ഒരു തുളയുണ്ട്, ഇതുണ്ട്. ഇതിനകത്തോടെ നമ്മൾ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ വെള്ളം പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ വായിക്കത്ത് വെച്ചിട്ട് അത് തുറന്നു പിടിക്കരുത് കേട്ടോ, അടച്ചു പിടിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കും. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇതിൽ പല ഐറ്റംസ് ഉണ്ട്. നോർമൽ ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് സോഫ്റ്റ് നല്ലതാണ്. പിന്നെ എന്തൊക്കെയോ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അതേപോലെ
നാക്കിന് ടങ്കിന് വേണ്ടിയിട്ട് ഒരെണ്ണമുണ്ട്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇതിൽ തന്നെ കൂടുതൽ നോസിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട്. എനിക്കങ്ങനെ കൂടുതൽ നോസിലിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഇറിഗേറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നോസിൽ വെക്കാൻ പോകും. ഇതാണ് നോസിൽ. ഇതിങ്ങനെ എടുത്തിട്ട് പ്രസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കേറിട്ടുണ്ട്. കിടീന്നൊരച്ച കേട്ടില്ലേ? ഇത് 360 ഡിഗ്രിയിൽ തിരിയും കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ ചാർജ് ചെയ്യാൻ വെക്കുവാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാവേ. യെസ്, അങ്ങനെ ഞാൻ ഈ സാധനം എടുത്തോണ്ട് വന്നു. ഇതിനകത്ത് ആദ്യം വെള്ളം നിറയ്ക്കണം കേട്ടോ. ഈ സാധനത്തിന്റെ പുറകില് ഇവിടെ ഇങ്ങനെ ഒരു തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. ഞാനത് വെള്ളം നിറച്ചു ഓൾറെഡി. ചെറിയ റിസ്ക് എടുക്കണമെന്ന് കരുതി ചൂടുവെള്ളം എടുത്തേക്കണേ. പിന്നെ ഇതിനകത്ത് ഇത് മോഡ് ചേഞ്ച് ചെയ്യണം. അതൊക്കെ നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. മോഡ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇത് ഞെക്കുമ്പോൾ ഞാൻ സോഫ്റ്റ് മോഡാണ് വെച്ചേക്കണേ. ആദ്യമായിട്ട് ചെയ്യില്ലേ, സെൻസിറ്റീവ് ടീത്തിന് വേണ്ടി നമ്മൾ സോഫ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ സോഫ്റ്റ് എടുത്തു. പിന്നെ ഈ ഓൺ അല്ലെങ്കിൽ ഓഫ് നിൽക്കാൻ മതി. ഒരു വെള്ളം നിറയ്ക്കാൻ വേണ്ടി പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പരീക്ഷ നോക്കാണ്ട്. വാ തുറന്ന് ചെയ്യരുന്ന, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വാ തുറന്ന് ചെയ്യാവേ. ഞാൻ ആദ്യം വാ അടച്ചു, എന്നിട്ട് ഞാൻ വാ തുറന്ന് ചെയ്തുതരാം. അല്ലെ എനിക്കിത് യൂസ്ഡ് ആവാൻ വേണ്ടിട്ടാ. ഇങ്ങനെ വായിക്കകത്തോട്ട് പിടിച്ചിട്ട് വാ അടയ്ക്കണം. എന്നിട്ട് ഓൺ ബട്ടൺ ഇല്ലാത്ത നിൽക്കാൻ മതി. അപ്പൊ വായിക്കത്ത് വെള്ളം നിറയണം, നമ്മള് തുപ്പിക്കളയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. സകലത്ര വെള്ളമായി. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയാണ് സാർ ഉപയോഗിക്കേണ്ടത്. ഇത് എങ്ങനെയുണ്ടെന്ന് ഇനി കുറെ നാളെ കഴിഞ്ഞിട്ട് വേണം ഞാൻ വേറൊരു റിവ്യൂ ഇടാം. ഇപ്പത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പക്ഷെ തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ നോർമൽ ടെമ്പറേച്ചർ കുഴപ്പമില്ലായിരിക്കും. ഞാൻ ഒരിച്ചിരി ചൂടുവെള്ളം എടുത്തു. എനിക്ക് തണുത്ത വെള്ളം അടിച്ചിട്ട് വേദനയാവണ്ടെന്ന് വരും. തണുത്ത വെള്ളം പക്ഷേ സീനാവുമായിരിക്കും തോന്നുന്നു. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഉപയോഗം യൂസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗിച്ചിട്ടുള്ള അനന്തരഫലങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് വേണം പിന്നെ പറയാം.